എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൊറോണയും ലോക്ക്ഡൗണും നമ്മളെ ശരിക്കും മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് നമുക്ക് മക്കൾക്ക് ചെയ്തു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും പറ്റിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഒരു അല്പം എൻജോയ് ചെയ്യാം. ആകെയുള്ളൊരു ആശ്വാസം നമ്മളെ മക്കൾക്ക് നമ്മൾ ഇതുപോലെ പ്ലാവില കുത്തി കൊടുക്കുന്നതും കയറ് ചാടുന്നതും ഇതൊന്നും നമ്മൾ പഠിപ്പിച്ച് കൊടുത്തില്ല എന്നുള്ള ഒരു സങ്കടം ഞാൻ ഈ ലോക്ക്ഡൗൺ കൊണ്ട് തീർത്തു കൊടുക്കുന്നുണ്ട്. ചിരട്ടയിൽ ചോറ് വെച്ചും അടുപ്പ് കൂട്ടിയും ഒക്കെയുള്ള കളികൾ മക്കളെ കൂടെ ഇരുന്ന് കളിക്കേണ്ടി വരികയാണ്. അവർക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്നോ ബാക്കിയുള്ള ഒന്നും അറിയില്ല. ശനി ഞായർ ദിവസങ്ങളിൽ അവധിയാവുമ്പോൾ പുറത്ത് കൊണ്ടുപോയി സന്തോഷത്തോടെ കുറച്ച് സമയം ചെലവഴിക്കണ ഒരു കാര്യം മാത്രമേ അവർക്ക് അറിയുള്ളൂ. നമുക്ക് വേണ്ടി തന്നെയാണ് ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാൻ പറ്റിയ പ്രായക്കാരും മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കളികളിലൊക്കെ നമ്മൾ ഏർപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. അത് നമ്മൾ നന്നായി എൻജോയ് ചെയ്ത് അവരെ പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് ഒരു കാലഘട്ടത്തിൽ പറയാൻ കഴിയും എൻ്റെ മക്കൾക്ക് അത് അറിയായിരുന്നു എന്ന്. അത്രേ നമുക്ക് ഇതിൽ പറയാനുള്ളൂ. ഗ്ലാസ് കയ്യിൽ ചട്ടിയൊക്കെ കുത്തി അവസാനം അടുപ്പ് കൂട്ടി ചോറ് വെച്ച് എല്ലാവരും കഴിച്ച് പിരിയേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ചോറായിട്ട് ബൊഗൈൻവില്ലയുടെ പൂക്കളായിരുന്നു, ഫിഷായിട്ട് നമ്മുടെ ബിഗോണിയുടെ ഇലയായിരുന്നു. അവസാനം വെള്ളവും തീയും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് എടുത്ത് മാറ്റി വെച്ചത്. എന്നാലും കുറച്ച് സമയം നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് പോയ ഒരനുഭവം വളരെ എൻജോയ് ചെയ്തു. അപ്പം നിങ്ങളെല്ലാവരും കുറച്ച് സമയം മക്കളെ കൂടെ ഇതുപോലെ പ്ലാവില കുത്തിയും ഒക്കെ ഒന്ന് കളിക്കാൻ ശ്രമിക്കുക. എന്നാലും കുറച്ച് സമയത്തിന് അവർ നല്ല ഹാപ്പി ആയിട്ടിരുന്നു. നമുക്ക് എങ്ങനെ അവരെ കുറച്ച് സന്തോഷിപ്പിക്കാൻ പറ്റുമെന്നാണല്ലോ നമ്മുടെ ഒരു ഉദ്ദേശം. അങ്ങനെ ആ കടമ്പകളൊക്കെ കടന്ന് സന്തോഷത്തോടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു. ഉമ്മ കൂടെ കളിക്കാനുണ്ടായി എന്നുള്ള സന്തോഷമൊക്കെ പങ്കുവെച്ച് പിന്നെ നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് പോവുകയാണ്. അതിന് ഇവിടെ ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്ന ചിക്കനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊരു ഭയമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ചിക്കൻ നമ്മൾ വേവിച്ച് ഉടച്ച് ഗ്രൈൻഡറിലിട്ട് പൊടിച്ച് വെക്കണം. പിന്നീട് ഉരുളൻകിഴങ്ങ് ഇതുപോലെ പുഴുങ്ങി തൊലി കളയണം. ഉരുളൻകിഴങ്ങ് നല്ല രീതിയിൽ കട്ടയൊന്നും ഇല്ലാതെ വളരെ ക്ലിയറായിട്ട് ഉടച്ചെടുക്കണം. എന്തായാലും ഉടച്ച് നല്ല ക്രീമി പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിച്ചപ്പ്, ബ്രെഡ് പൊടി, ചീസ്, ചിക്കൻ പുഴുങ്ങി ഗ്രൈൻഡറിൽ ഉടച്ച് വെച്ചത്, മുളക് പൊടി, ഇതെല്ലാം ആവശ്യമുണ്ട്. ഇനി ഉടച്ച് വെച്ച ഉരുളൻകിഴങ്ങിലേക്ക് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദ നമ്മുടെ ആവശ്യാനുസരത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചമുളകിന് പകരം മുളക് പൊടിയാണ്. പാകത്തിന് നമ്മൾ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. കുഴക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ടൈറ്റായി വരുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ മൈദ ചേർത്ത് നന്നായി ഒന്ന് ടൈറ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അതിനെ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് മധ്യഭാഗത്ത് നമ്മൾ ചീസിൻ്റെ ഒരു കഷ്ണം വെച്ച് കൊടുത്ത് വീണ്ടും അതിനെ ഒന്നുകൂടെ പൊതിഞ്ഞ ശേഷം നമ്മൾ അതിനെ ബ്രെഡ് പൊടിയിലൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടെ നമുക്ക് പരത്തിയെടുക്കാം.
ഇങ്ങനെ എല്ലാം പരത്തി വെച്ചതിന് ശേഷം നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിന് വറുത്ത് കോരിയെടുക്കാം. ഇതിന് വേറൊരു ഗുണം കൂടെ ഉണ്ട്. മൈദ ചേർക്കുന്ന കാരണം നമുക്ക് ഇതുപോലെ പരത്തി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് ഇത്. തിരക്കുള്ള ആളുകൾക്കൊക്കെ അതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. നോമ്പ് കാലങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് കൂടിയാണിത്. ഇത് നന്നായി വെന്ത് തുടങ്ങി. മൈദ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് കട്ട്ലറ്റ് ഉപയോഗിക്കുന്നതിനേക്കാളും ഒന്നും കൂടെ ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇതിലേക്ക് മയോനൈസ് നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മൾ മയോനൈസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. അതാണ് ഏറ്റവും ടേസ്റ്റ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ സ്നാക്ക് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ പുതിയ ഒരു വീഡിയോയുമായി ഇനിയും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.